നമസ്കാരം എൻ്റെ എല്ലാ കുട്ടികൾക്കും. ഇന്ന് നമ്മൾ ഭയങ്കര പ്രാധാന്യമുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്യാൻ നമ്മൾ എന്താണ് ഈ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ചെയ്യുന്നതുകൊണ്ടുള്ള പ്രാധാന്യം എന്താണ്? നമ്മളെല്ലാം നന്നായിട്ട് പഠിച്ചിട്ട് എല്ലാ ചാപ്റ്ററും നന്നായിട്ട് പഠിച്ചിട്ട് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനൂടെ ചെയ്താൽ നമ്മൾ പറഞ്ഞില്ലേ, ഒരു സദ്യ കൊണ്ട് കഴിഞ്ഞിട്ട് ലാസ്റ്റിൽ മോരൊക്കെ കുടിച്ചിട്ട് നല്ലൊരു കംപ്ലീറ്റ് ആയി പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യാവുന്ന പോലെ ഒരു കംപ്ലീറ്റ് പ്രോസസ്സാണ് ഈ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറോടെ കൃത്യമായിട്ട് ചെയ്തു പോയത്. കാരണം ഞാൻ ചെയ്യുന്ന രീതി ഞാൻ പറഞ്ഞുതരാം. ഞാൻ എങ്ങനെയാണ് ചെയ്യിപ്പിക്കുന്നത്. ഞാൻ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്യിപ്പിക്കുന്നത് ഓരോ ചാപ്റ്റർ വൈസാണ്. ഇപ്പം നമ്മൾ ആദ്യത്തെ ഒരു ചാപ്റ്റർ എടുക്കുന്നു. എക്സാമ്പിൾ ഇന്ന് ഫിസിക്കൽ വേൾഡ് എന്ന് പറയുന്ന ചാപ്റ്റർ. അതിനകത്ത് ഉള്ള കാര്യങ്ങൾ ചുമ്മാ ആൻസർ കീ ആയിട്ടല്ല, അത്യാവശ്യം ഡീറ്റെയിൽഡ് ആയിട്ട് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തു തരും. അത് നിങ്ങൾക്ക് അതിനെക്കുറിച്ചുള്ള ഡൗട്ടുകളെല്ലാം ക്ലിയർ ആവും. അങ്ങനെ നമുക്ക് ഓരോ ചാപ്റ്ററും മാക്സിമം ക്വസ്റ്റ്യൻസ് നമുക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങളുടെ പരീക്ഷയ്ക്ക് ചെല്ലുമ്പോൾ ഫുൾ മാർക്ക് 100%. പക്ഷെ എനിക്കൊപ്പം നിങ്ങൾ ശരിക്കും ഹാർഡ് വർക്ക് ചെയ്യണം. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്യുന്നത് നമ്മുടെ കോൺഫിഡൻസ് ലെവൽ കൂട്ടും. ഒരു പക്ഷെ കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കുമായിരിക്കാം. പ്രീവിയസ് ഇയർ ഇപ്പോൾ 2020 മാർച്ചിലെ ക്വസ്റ്റ്യൻ തന്നെ 2020 അതിനകത്ത് 12-15 ക്വസ്റ്റ്യൻ ചോദിക്കുവാണെങ്കിൽ പിന്നെ എന്ത് വരും? അങ്ങനെ ചോദിക്കണമെന്നല്ല പറഞ്ഞത്. പക്ഷെ അതൊരു വേ ഓഫ് രീതിയാണ്. അതിന് ചിലപ്പോൾ 2-3 ക്വസ്റ്റ്യൻ ചോദിക്കാം. ഏത് ക്വസ്റ്റ്യൻ നമുക്ക് പഠിക്കാൻ പറ്റത്തില്ല. അന്നേരം നമ്മളത് എപ്പോഴും ഒരു ടച്ച് വേണം ആ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനായിട്ട്. കാരണം നമ്മളിന്ന് സ്റ്റാർട്ട് ചെയ്യാണ്. ഓർക്കുക, എൻ്റെ രീതി ഇത് തന്നെയായിരിക്കും ഞാൻ ഫോളോ ചെയ്യുന്നത്. ആൻസർ കീയല്ല, ആൻസർ പറയും, അത് എങ്ങനെയൊക്കെ വന്നെന്ന് പറയും. അങ്ങനെ നമുക്ക് പ്രോബ്ലംസും ആപ്ലിക്കേഷൻ ക്വസ്റ്റ്യൻസും എല്ലാം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിലോട്ട് ഇൻക്ലൂഡ് ചെയ്ത് ഇട്ടിട്ട് അടിപൊളിയായി. സ്റ്റാർട്ടിങ് വിത്ത് ഫിസിക്കൽ വേൾഡ്. ഫിസിക്കൽ വേൾഡിന്റെ പ്രത്യേകത, ഇതൊരു 1 മാർക്ക് ക്വസ്റ്റ്യൻ. 1 മാർക്ക് മാത്രമേ ഇതുവരെ ചോദിച്ച് ഞാൻ കണ്ടിട്ടുള്ളൂ. 1 മാർക്ക് മാത്രം. അത് ഒരു മാർക്ക് പോകാൻ പറയരുത്. 1 മാർക്ക് പോലും നമുക്ക് വളരെ പ്രാധാന്യമാണ്. അത് നമുക്ക് ഈസി ആയിട്ട് മേടിച്ചു. നമുക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിലേക്കൊന്നും കടന്നിട്ടില്ല. ഓക്കെ, അതായത് നമുക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ സ്റ്റാർട്ടിങ് വിത്ത് ഫിസിക്കൽ വേൾഡ്. ഐശ്വര്യമായിട്ട് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ അങ്ങ് സ്റ്റാർട്ട് ചെയ്യാം. അന്നേരം 1 മാർക്ക് ക്വസ്റ്റ്യന്റെ പ്രത്യേകത എപ്പോഴും നമ്മൾ അതിന് എക്സ്പ്ലനേഷൻ കൊടുക്കണ്ട. കാരണം ആൻസർ മാത്രം എഴുതിയാൽ മതി. പക്ഷെ അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ആൻസർ തെറ്റി അവിടെ പോവുകയും ചെയ്യും, ശരിയാണെങ്കിൽ ആ 1 മാർക്ക് കിട്ടുകയും ചെയ്യും. പക്ഷെ ഞാനിപ്പോൾ ഒരു ക്വസ്റ്റ്യൻ ഇവിടെ എഴുതിയിട്ടുണ്ട്. ആ ക്വസ്റ്റ്യൻ ഒന്ന് വായിക്കാം. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. Which one of the following fundamental forces in nature binds protons and neutrons in a nucleus? ഇതാണ് ക്വസ്റ്റ്യൻ. ചോയ്സ് എടുത്തിട്ടുണ്ട്: ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്, ഇലക്ട്രോമാഗ്നറ്റിക് ഫോഴ്സ്, സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ്, വീക്ക് ന്യൂക്ലിയർ ഫോഴ്സ്. ഞാൻ എന്താണ് എക്സ്പ്ലെയിൻ ചെയ്തു തരുന്നതെന്ന് പറഞ്ഞാൽ, ഇനി നിങ്ങൾ ഈ വീഡിയോ കണ്ടാൽ മാത്രം മതി. ഫിസിക്കൽ വേൾഡിനെ കുറിച്ച് ഇനി നോക്കുകയേ വേണ്ട എന്ന് പറഞ്ഞാൽ അത്രയും കാര്യങ്ങൾ ഞാൻ പഠിപ്പിക്കാൻ പോകാം. അന്നേരം ഫണ്ടമെന്റൽ ഫോഴ്സസ് ഓഫ് നേച്ചർ എന്ന് പറയുന്നത് നിങ്ങൾക്ക് പഠിക്കാനുള്ളത് 4 എണ്ണമാണ്. ഫസ്റ്റ് വൺ ഈസ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്, സെക്കൻഡ് വൺ ഈസ് ഇലക്ട്രോമാഗ്നറ്റിക് ഫോഴ്സ്, തേർഡ് വൺ ഈസ് സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ്, ഫോർത്ത് വൺ ഈസ് വീക്ക് ന്യൂക്ലിയർ ഫോഴ്സ്. ഇത് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം, കൂടുതൽ ചോദിച്ചേക്കുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ ഇതിനകത്തുനിന്ന് ഈ ഭാഗമായിട്ട് ഈ ഫണ്ടമെന്റൽ ഫോഴ്സസ് ഇൻ നേച്ചറിൽ നിന്നാണ്. ഇതിനകത്ത് ഏറ്റവും സ്ട്രോങ്ങസ്റ്റ് ഫോഴ്സ് ഏതാണെന്ന് ചോദിച്ചാൽ ഈ 4 ഫോഴ്സിൽ നിന്നും ഏറ്റവും സ്ട്രോങ്ങസ്റ്റ് ഫോഴ്സ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സംശയമില്ലാതെ ഇനി നിങ്ങൾ പറഞ്ഞേക്കണം സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ് ആണ്. ഈ 4 ഫോഴ്സ് വന്നിട്ട് ഇനി വേറെ ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്: ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്, ഇലക്ട്രോമാഗ്നറ്റിക് ഫോഴ്സ്, ന്യൂക്ലിയർ ഫോഴ്സ്. സ്ട്രോങ് ഒന്നും വീക്ക് ഒന്നും ഇല്ല. ന്യൂക്ലിയർ ഫോഴ്സ് എന്ന് പറഞ്ഞൊരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണെങ്കിൽ അവിടെ സ്ട്രോങ് ആയിട്ടുള്ള ഫോഴ്സ് ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ന്യൂക്ലിയർ ഫോഴ്സ് ആണ്. എന്നാൽ അതിനെ ക്ലാസിഫൈ ചെയ്ത് സ്ട്രോങ്ങസ്റ്റ് ഫോഴ്സും വീക്കസ്റ്റ് ഫോഴ്സും എന്ന് കൊടുത്തിട്ട് അതിൽ നിന്ന് ഈ 4 ഫോഴ്സിൽ നിന്ന് സ്ട്രോങ്ങസ്റ്റ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ് ആണ്. തെറ്റിപ്പോകരുത്. ഇവിടെ ഒരു കൺഫ്യൂഷൻ പലർക്കും ഉണ്ടാകും. ഈ 4 ഫോഴ്സ്, സ്ട്രോങ്ങസ്റ്റ് ഫോഴ്സും വീക്കസ്റ്റ് ന്യൂക്ലിയർ ഫോഴ്സും തരുവാണെങ്കിൽ സ്ട്രോങ്ങസ്റ്റ് ന്യൂക്ലിയർ ഫോഴ്സ് ആണ് ഏറ്റവും സ്ട്രോങ്ങസ്റ്റ് ഫോഴ്സ്. ആകെ 3 ഫോഴ്സേ തരുന്നുള്ളൂ എന്ന് വിചാരിക്കുക: ഗ്രാവിറ്റേഷൻ ഫോഴ്സ്, ഇലക്ട്രോമാഗ്നറ്റിക് ഫോഴ്സ്, ന്യൂക്ലിയർ ഫോഴ്സ് ആണെങ്കിൽ ന്യൂക്ലിയർ ഫോഴ്സ് ഈസ് ദി സ്ട്രോങ്ങസ്റ്റ് ഫോഴ്സ്. ഓക്കെ, ഇനി മറ്റൊരു കാര്യം, ഏറ്റവും വീക്കസ്റ്റ് ഫോഴ്സ് ഏതാണെന്ന് ചോദിച്ചാൽ സംശയമില്ലാതെ പറയാം ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ആണ്.
ഏറ്റവും വീക്കസ്റ്റ് ആയിട്ടുള്ള ഫോഴ്സ്. പലരും സ്ട്രോങ്സ്റ്റ് ഫോഴ്സ് ആയിട്ട് എടുക്കുന്നത് ഗ്രാവിറ്റേഷൻ ഫോഴ്സാണ്. ഗ്രാവിറ്റേഷൻ എർത്തുമായിട്ട് അല്ല, ഏറ്റവും വീക്കസ്റ്റ് ആയിട്ടുള്ള ഫോഴ്സ് എന്ന് പറയുന്നത് എന്താണ്? ഗ്രാവിറ്റേഷൻ ഫോഴ്സാണ്. ഓക്കെ, അന്നേരം ഇനി നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ക്വസ്റ്റ്യൻ, ഇതിനകത്തൊക്കെ ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. ഇതെല്ലാം നമ്മൾ പഠിച്ചിരുന്നു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ചെയ്യാൻ എളുപ്പമായിരിക്കും. എന്നാൽ നമുക്കൊരു ഓർഡറിൽ പറയാം. ഏറ്റവും വീക്കസ്റ്റ് ഗ്രാവിറ്റേഷൻ ഫോഴ്സ്, ഏറ്റവും വീക്കസ്റ്റ് 4 ഫോഴ്സിനെ നമുക്കൊരു ഓർഡറിലോട്ട് പറയാം. ഏറ്റവും വീക്കസ്റ്റ് കൊണ്ട് തുടങ്ങാം, ഗ്രാവിറ്റേഷൻ ഫോഴ്സ്. ഓക്കെ, 2 വീക്ക് ന്യൂക്ലിയർ ഫോഴ്സ്, വീക്കസ്റ്റ് വെച്ചാണോ. 3 ഇലക്ട്രോ മാഗ്നറ്റിക് ഫോഴ്സ്. 4 സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ്. ഡിക്രീസിങ് ഓർഡറിലാണ് പോകുന്നത് എന്ന് പറയാം. ഡിക്രീസിങ് ഓർഡർ നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം. വീക്കസ്റ്റ് ആയിട്ടുള്ള ഫോഴ്സ് ഗ്രാവിറ്റേഷൻ ഫോഴ്സ്, അത് കഴിഞ്ഞാൽ അതിനെക്കാട്ടിൽ ശകലം സ്ട്രോങ്, അതാണ് ഉദ്ദേശിച്ചത്. അതിനെക്കാട്ടി ശകലം സ്ട്രോങ്ങർ ആണ് ഏത്? വീക്ക് ന്യൂക്ലിയർ ഫോഴ്സ്. അതിനെക്കാട്ടി ശകലം സ്ട്രോങ്ങർ ആണ് ഇലക്ട്രോ മാഗ്നറ്റിക് ഫോഴ്സ്. ഏറ്റവും സ്ട്രോങ്ങർ ആണ് സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ്. ഇനി അതിനെ ഇൻക്രീസിങ് ഓർഡറിൽ പറഞ്ഞാൽ, അങ്ങോട്ട് ഇങ്ങോട്ട് കൺഫ്യൂസിങ് വരരുത്. ഇൻക്രീസിങ് ഓർഡറിൽ പറഞ്ഞാൽ ഏറ്റവും സ്ട്രോങ്ങസ്റ്റ് ഫോഴ്സിന് താഴോട്ട് വരട്ടെ. ഏറ്റവും സ്ട്രോങ്ങസ്റ്റ് ഫോഴ്സ് ഏതാ? സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ്. സെക്കൻഡ് വൺ ഇലക്ട്രോ മാഗ്നറ്റിക് ഫോഴ്സ്, വീക്ക് ന്യൂക്ലിയർ ഫോഴ്സ് അല്ല, ഇലക്ട്രോ മാഗ്നറ്റിക് ഫോഴ്സ്. തേർഡ് വൺ വീക്ക് ന്യൂക്ലിയർ ഫോഴ്സ്. ആൻഡ് ഫോർത്ത് വൺ ഗ്രാവിറ്റേഷൻ ഫോഴ്സ്. ഈ അസെൻഡിങ് ഓർഡറും ഡിസെൻഡിങ് ഓർഡറും നിങ്ങളൊന്ന് പഠിച്ചു വെച്ചാൽ, അല്ലെങ്കിൽ ഇൻക്രീസിങ് ഓർഡറും ഡിക്രീസിങ് ഓർഡറും പഠിച്ചു വെച്ചേക്കുക. പെട്ടെന്ന് ഓർത്തിരിക്കാൻ 2 കാര്യങ്ങൾ ഓർത്തിരിക്കുക. ഏറ്റവും സ്ട്രോങ്ങസ്റ്റ് ഫോഴ്സ് സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ് ആണ്. ഏറ്റവും വീക്കസ്റ്റ് ഫോഴ്സ് ഗ്രാവിറ്റേഷൻ ഫോഴ്സ് ആണ്. ഇത് നമുക്ക് 1 മാർക്ക് ഉറപ്പിക്കാൻ ഇങ്ങനൊരു ക്വസ്റ്റ്യൻ പഠിച്ചു വെച്ചാൽ ഇത്രയും കാര്യങ്ങളൊന്നും ഓർത്തിരുന്ന പോതുമാ? സൂപ്പറ, 1 മാർക്ക് ഷുവർ. ഇനി ഇതിന്റെ ബാക്കിയുള്ള ഏതൊക്കെ ലെവലിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ ആണ്, ഇതുമായിട്ട് ബന്ധപ്പെട്ട് തന്നെ 2-3 ക്വസ്റ്റ്യൻ ഉണ്ട്. അതും വേറൊരു ക്വസ്റ്റ്യനോടൊക്കെ വരുമ്പോഴത്തേക്ക് നമുക്ക് 1 മാർക്ക് ഉറപ്പിച്ചു. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ഓക്കെ, അന്നേരം നമ്മൾ പറഞ്ഞു 1 മാർക്ക് ഫിസിക്കൽ വേൾഡിന്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിനകത്ത് കിടക്കുന്ന ക്വസ്റ്റ്യൻസ് ഞാൻ കുറച്ചുകൂടി ഇട്ടിട്ടുണ്ട്. ആദ്യ ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്ത് കഴിഞ്ഞു. 2ാമത്തെയും 3ാമത്തെയും 4ാമത്തെ ക്വസ്റ്റ്യൻ എഴുതിയിട്ടുണ്ട്. നിങ്ങൾക്ക് തന്നെ അത് വളരെ ഈസി ആയിട്ട് ഇപ്പം ഞാൻ പറഞ്ഞത് വെച്ച് പെട്ടെന്ന് പറയാൻ പറ്റും. 2ാമത്തെ ക്വസ്റ്റ്യനോട് നോക്കൂ. നെയിം ദി വീക്കസ്റ്റ് ഫോഴ്സ് അമംഗ് ദി ഫണ്ടമെന്റൽ ഫോഴ്സസ്. ചിലപ്പോൾ ചോയ്സേ തരണമെന്നില്ല. വീക്കസ്റ്റ് ഫോഴ്സ് ഏതാണ്? ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്. ഓക്കെ വാ, ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്. എന്നിട്ട് സ്ട്രോങ്ങസ്റ്റ് ഫോഴ്സ് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് പറയണം? സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ് എന്ന് പറയണം. അന്നേരം ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്, ഇത് ഒരുപാട് വട്ടം ചോദിച്ചേക്കുന്ന ഒരു 1 മാർക്ക് ക്വസ്റ്റ്യൻ. ഗ്രാവിറ്റേഷൻ ഫോഴ്സ് മറക്കല്ലേ. ഓക്കെ, അടുത്തത് അറേഞ്ച് ദി ഫോളോയിങ് ബേസിക് ഫോഴ്സ് ഇൻ ദി ഇൻക്രീസിംഗ് ഓർഡർ ഓഫ് റിലേറ്റീവ് സ്ട്രെങ്ത്. ഇൻക്രീസിംഗ് ഓർഡറിലാണ് ഞാൻ പറഞ്ഞു മുമ്പേ. ഓർഡറൊക്കെ ഇൻക്രീസിംഗ് ഓർഡറും ഡിക്രീസിംഗ് ഓർഡറൊക്കെ. സ്ട്രെങ്ത് വെച്ച്, അതിന്റെ ഫോഴ്സിന്റെ സ്ട്രെങ്ത് വെച്ച് എങ്ങനെ ഇൻക്രീസിംഗ് ഓർഡർ പറയാം? ആദ്യം സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ്, അടുത്തത് ഇലക്ട്രോ മാഗ്നറ്റിക് ഫോഴ്സ്. ചിലർ അടുത്ത വീക്ക് ന്യൂക്ലിയർ ഫോഴ്സ് എഴുതും, തെറ്റാണ്. ഇലക്ട്രോ മാഗ്നറ്റിക് ഫോഴ്സ്. എപ്പോഴും ഓർത്തോണേ, ഇതിന് നോട്ടില്ല, നിങ്ങൾ എഴുതിയെടുത്തോണം കറക്റ്റ് ആയിട്ട്. ബാക്കിയുള്ള എല്ലാ ചാപ്റ്റേഴ്സിനും നോട്ടിനും നോട്ട്സ് എല്ലാം അവൈലബിൾ ആണ്. ഇതിന് നോട്ട് നിങ്ങൾ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾ എഴുതിയെടുത്തോണം. ഓക്കെ, ന്യൂക്ലിയർ, സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ്, ഇലക്ട്രോ മാഗ്നറ്റിക് ഫോഴ്സ്, വീക്ക് ന്യൂക്ലിയർ ഫോഴ്സ്, ഇതൊക്കെ അടിപൊളി മഴ കേട്ടോ. ആൻഡ് ലാസ്റ്റ് വൺ ഗ്രാവിറ്റേഷൻ ഫോഴ്സ്. ഇതാണ് ഇൻക്രീസിംഗ് ഓർഡർ. തിരിച്ച് നിങ്ങൾ ഡിക്രീസിംഗ് ഓർഡർ ചോദിക്കുകയാണെങ്കിൽ തിരിച്ചാണ് ഗ്രാവിറ്റേഷൻ ഫോഴ്സ്, വീക്ക് ന്യൂക്ലിയർ ഫോഴ്സ്, ഇലക്ട്രോ മാഗ്നറ്റിക് ഫോഴ്സ്, സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ്. ഇത്രേ ഉള്ളൂ. ക്ലിയർ ആയല്ലോ? ഓക്കെ, അടുത്തത് ചിലപ്പോൾ ഒരു കൺഫ്യൂസിംഗ് ഉണ്ടാവും. സ്റ്റേറ്റ് ട്രൂ ഓർ ഫോൾസ്. അവിടാണോ ഒന്നീ ട്രൂ അല്ലെങ്കിൽ ഫോൾസ് എഴുതും, പക്ഷെ ശരിയാണെന്ന് ഉറപ്പില്ല. സം കൺസർവേഷൻ ലോസ് ആർ ട്രൂ ഫോർ വൺ ഫണ്ടമെന്റൽ ഫോഴ്സ്. സം കൺസർവേഷൻ ലോസ് ആർ ട്രൂ ഫോർ വൺ ഫണ്ടമെന്റൽ ഫോഴ്സ് ബട്ട് നോട്ട് ഫോർ ദി അതേഴ്സ്. ഈ 4 ഫോഴ്സിൽ കൺസർവേറ്റീവ് ഫോഴ്സ് എന്നൊക്കെ പറയുന്നത് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഒക്കെയാണ്. ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഒക്കെ കൺസർവേറ്റീവ് ഫോഴ്സ് ആണ്. എല്ലാത്തിന്റെയും പ്രോപ്പർട്ടീസ് സെയിം ആകണമെന്നില്ല. അന്നേരം ഈ പറഞ്ഞിരിക്കുന്നത് വളരെ കറക്റ്റ് ആയിട്ട് ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. സം കൺസർവേഷൻ ലോസ് ആർ ട്രൂ ഫോർ വൺ ഫണ്ടമെന്റൽ ഫോഴ്സ്. ചില കൺസർവേറ്റീവ് ലോസ് ചില ഫണ്ടമെന്റൽ ഫോഴ്സ്, ഏതെങ്കിലും ഒരു ഫണ്ടമെന്റൽ ഫോഴ്സിന് ട്രൂ ആയിരിക്കാം.
ബട്ട് നോട്ട് ഫോർ ദി അതേഴ്സ്. എല്ലാത്തിനും ആ പ്രോപ്പർട്ടി ആയിരിക്കണമെന്നില്ല. അന്നേരം സ്റ്റേറ്റ് ട്രൂ ഓർ ഫോൾസ്, ട്രൂ ഓർ ഫോൾസ് മാത്രം എഴുതാൻ പറഞ്ഞാൽ ട്രൂ ആണ്. കാരണം ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് കൺസർവേറ്റീവ് ആണെങ്കിൽ നിങ്ങൾ ആലോചിച്ചോണം, വീക്ക് ന്യൂക്ലിയർ ഫോഴ്സ് നോൺ കൺസർവേറ്റീവ് ആണ്. അത് ട്രൂ എന്ന് മാത്രം അറിഞ്ഞാൽ മതി. എക്സ്പ്ലനേഷൻ ഒന്നും ബ്രഹ്മാണ്ടമായിട്ട് അറിഞ്ഞിരുന്നിട്ട് ഉള്ളതെല്ലാം കുളവാക്കണ്ട, ട്രൂ മാത്രം. ഇനി അടുത്ത ഒരു ക്വസ്റ്റ്യൻ ഒരുപാട് വട്ടം ഇതുപോലെ റിപ്പീറ്റ് ചെയ്തിരുന്ന ഫിസിക്കൽ വേൾഡാണ്. അതുകൊണ്ട് ഫിസിക്കൽ വേൾഡ് നമ്മൾ കംപ്ലീറ്റ് ആകുന്നു. പക്ഷെ ബാക്കിയുള്ളതിനകത്ത് പ്രീവിയസ് ക്വസ്റ്റ്യൻ നമുക്ക് കുറച്ചേറെ നല്ല വൃത്തിയായിട്ട് പഠിക്കണം. ചുമ്മാ നൈസായിട്ട് ഉഴപ്പി പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ഇപ്പോൾ നമ്മൾ ചെയ്യണ്ട, ഒന്നും ഉഴപ്പി ചെയ്യണ്ട, എല്ലാം നല്ല അടിപൊളിയായിട്ട് ചെയ്യും. ഓക്കെ, അതുകൊണ്ട് നോട്ട് നിങ്ങൾ സ്വന്തമായിട്ട് ക്രിയേറ്റ് ചെയ്യണം. നോട്ട്സ് NSR നോട്ട്സ് NSR എന്ന് ചെയ്തിട്ട് യൂട്യൂബിനകത്ത് കമന്റ് ചെയ്ത് ബാക്കിയുള്ള എല്ലാ ചാപ്റ്ററിന്റെയും നോട്ട്സ് ഞാൻ ഡിസ്ക്രിപ്ഷനകത്ത് തന്നിട്ടുണ്ട്. ഇത്രയൊക്കെ നന്നായിട്ട് തന്നിട്ടുള്ളത് ഇത് നിങ്ങൾ കാര്യമായിട്ട് എടുക്കണം. ഓക്കെ, അടുത്ത ഒരു മാർക്കിന്റെ അടുത്തൊരു ക്വസ്റ്റ്യൻ. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഈ ബേസിക് ഫോഴ്സസിൽ നിന്നൊക്കെ ഒന്ന് മാറി വേറൊരു ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. ഇതും ഫിസിക്കൽ വേൾഡിൽ തന്നെയാണ് ചോദിച്ചിട്ടുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ ഞാൻ ചോദിച്ചിട്ടുണ്ടോ ഇല്ലെന്നൊന്നും പറയേണ്ട ആവശ്യമില്ല. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. The branch of physics that was developed to understand and improve the working of heat engine. ഏത് ബ്രാഞ്ച് ആണ്? ഇവിടെ 4 ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. അല്ല, കോഡീഷൻ അതൊരു ഷൂബൊക്കെ പറയുന്ന പോലെ 4 ഓപ്ഷൻ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. ഒപ്റ്റിക്സ്, തെർമോഡൈനാമിക്സ്, ഇലക്ട്രോണിക്സ്, ഇലക്ട്രോഡൈനാമിക്സ്. നിങ്ങൾ ഏത് ബസർ അമർത്തും? ഓർത്തോണം, ഹീറ്റ് എഞ്ചിൻ അങ്ങനെയുള്ളതായിട്ടൊക്കെ ബന്ധപ്പെട്ട് വരുന്നത് തെർമലുമായിട്ട് ബന്ധപ്പെട്ടാണ്. ഹീറ്റ് എന്ന് പറയുന്ന വാക്ക് തന്നെ ടെമ്പറേച്ചർ അല്ലെങ്കിൽ തെർമൽ. അന്നേരം നമുക്ക് ഓട്ടോമാറ്റിക് ആയിട്ടും ഉത്തരം ബസർ അമർത്തി തെർമോഡൈനാമിക്സ് ആണ് ഇതിന്റെ ആൻസർ. അന്നേരം ഞാൻ ബാക്കിയുള്ള 3 ബ്രാഞ്ചസ് കൂടെ അങ്ങ് പരിചയപ്പെടുത്താം നിങ്ങൾക്ക്. ഒപ്റ്റിക്സ്, ചിലപ്പോൾ അടുത്ത വട്ടം ഇവിടെ ഒപ്റ്റിക്സ് ആണ് ചോദിക്കുന്നതെങ്കിലോ, ഒപ്റ്റിക്സ് ഈസ് എ ബ്രാഞ്ച് ഓഫ് സയൻസ് വിച്ച് ഡീൽസ് വിത്ത് പ്രോപ്പർട്ടീസ് ഓഫ് ലൈറ്റ്. ലൈറ്റിന്റെ പ്രോപ്പർട്ടീസിനെ കുറിച്ച് പഠിക്കുന്ന ബ്രാഞ്ചിനെ പറയുന്ന പേരാണ് ഒപ്റ്റിക്സ്. നിങ്ങൾ പ്ലസ് 2 പഠിക്കുമ്പോൾ റേ ഒപ്റ്റിക്സും വേവ് ഒപ്റ്റിക്സും എന്ന് പഠിക്കുന്നുണ്ട്. പ്രോപ്പർട്ടീസ് ഓഫ് ലൈറ്റ് എന്ന് പറഞ്ഞാൽ ഏതൊക്കെയാണ്? റിഫ്രാക്ഷൻ, റിഫ്ലക്ഷൻ, ഡിസ്പെർഷൻ, ഇന്റർഫറൻസ്, ഡിഫ്രാക്ഷൻ, പോളറൈസേഷൻ, ഇതെല്ലാം പ്രോപ്പർട്ടീസ് ആണ്. ഇതെല്ലാം ഒപ്റ്റിക്സ് ഈസ് എ ബ്രാഞ്ച് ഓഫ് സയൻസ് വിച്ച് ഡീൽസ് വിത്ത് പ്രോപ്പർട്ടീസ് ഓഫ് ലൈറ്റ്. ഓക്കെ, ഇതിന്റെ ഉത്തരം തെർമോഡൈനാമിക്സ് കിടപ്പുണ്ട്. ഇലക്ട്രോണിക്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ വാക്യത്തെ കുറിച്ചോ സെമി കണ്ടക്ടറിനെ കുറിച്ചോ ഇലക്ട്രോണിക്സിനെ കുറിച്ചൊക്കെ പഠിക്കുന്ന സ്റ്റഡി പറയുന്ന പേരാണ് ഇലക്ട്രോണിക്സ്. വാക്യത്തിന്റെ സ്പെല്ലിംഗ് VACWM. ശ്രദ്ധിച്ചേക്കണം, VACW എന്ന് പറഞ്ഞാൽ 2 U M. VACCUM എന്ന് എഴുതരുത്, പൊട്ടത്തെറ്റാണ്. ഈ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ വെറ്റ് വെച്ചോളുക. വാക്യത്തിന്റെ സ്പെല്ലിംഗ് VACWM ആണ്. നമ്മൾ പലപ്പോഴും ചെറിയ കാര്യങ്ങളൊന്നും തെറ്റിക്കാൻ പാടില്ല, ഇങ്ങനെയുള്ള കാര്യങ്ങൾ. ഓക്കെ, വാക്യത്തിനകത്തൂടെയും സെമി കണ്ടക്ടേഴ്സിനകത്തൂടെയും ഇലക്ട്രോണിക്സിന്റെ ഒക്കെ സ്റ്റഡി പറയുന്ന പേരാണ് ഇലക്ട്രോണിക്സ്. ഇലക്ട്രോഡൈനാമിക്സ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ ബ്രാഞ്ച് ഓഫ് സയൻസ് വിച്ച് ഡീൽസ് വിത്ത് ഇലക്ട്രിക് ആൻഡ് മാഗ്നറ്റിക് ഫീൽഡ്സ്. ഇലക്ട്രിക് ഫീൽഡ്സിനെ കുറിച്ചും മാഗ്നറ്റിക് ഫീൽഡിന്റെ വേരിയേഷനെ കുറിച്ചൊക്കെ പഠിക്കുന്നതാണ് ഇലക്ട്രോഡൈനാമിക്സ്. ഞാൻ ഒരു ക്വസ്റ്റ്യൻ 4 ഉത്തരത്തെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു. ഇതിന്റെ ഉത്തരം തെർമോഡൈനാമിക്സ് ആണ്. കാരണം ഹീറ്റ് എഞ്ചിൻ എന്ന് പറയുന്ന വാക്ക് ഇങ്ങോട്ട് വരുമ്പോൾ തെർമോ ആയിട്ട് ബന്ധപ്പെട്ട തെർമോഡൈനാമിക്സ് ആണ്. ഇതിന്റെ ആൻസർ തെർമോഡൈനാമിക്സ് ആണ്. പക്ഷെ ഒപ്റ്റിക്സ് എന്താണെന്ന് ഞാൻ പറഞ്ഞു, ഇലക്ട്രോണിക്സ് എന്താണെന്ന് പറഞ്ഞു, ഇലക്ട്രോഡൈനാമിക്സ് എന്ന് പറഞ്ഞു. ഇത്രയും കാര്യങ്ങൾ നോക്കിക്കൊണ്ട് മാത്രം പോയാൽ മതി ഫിസിക്കൽ വേൾഡ്. ബാക്കിയുള്ള ചാപ്റ്ററുകൾ എല്ലാ തിയറി പാർട്ടും നോക്കി എന്നിട്ട് നമുക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ. അടുത്ത ക്ലാസ്സിൽ നമുക്ക് അടുത്ത ചാപ്റ്ററിന്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നല്ല ഡീറ്റെയിൽഡ് ആയിട്ട് അടിപൊളിയായിട്ട് പഠിക്കാം. ഹാർഡ് വർക്ക് വിത്ത് മാക്സിമം ഹാർഡ് വർക്ക്, മാക്സിമം മാർക്ക്. ലെസ് ഹാർഡ് വർക്ക്, മിനിമം മാർക്ക്. അങ്ങനെ വരരുത്. മാക്സിമം നമ്മുടെ ഇനി തിയറി, നമ്മുടെ ഒരു ടാഗ് ലൈൻ എന്ന് പറയുന്നതായിരിക്കണം മാക്സിമം ഹാർഡ് വർക്ക്, മാക്സിമം മാർക്ക്. അപ്പൊ ഉറപ്പാണ്, കണ്ടിപ്പാ കിട്ടില്ല. സൂപ്പറായിട്ട് നമുക്ക് നേടണം. ഇങ്ങനെ എല്ലാ ചാപ്റ്ററും നല്ല അടിപൊളിയായിട്ട് ഞാൻ ചെയ്യിപ്പിച്ചു തരും. നിങ്ങളൊപ്പം നിൽക്കുക, ഷെയർ ചെയ്ത് കൊടുക്കുക. കുട്ടികൾക്കെല്ലാം ഫിസിക്കൽ വേൾഡ് ഇത് മാത്രം മതി. ധൈര്യമായിട്ട് ഷെയർ ചെയ്ത് കൊടുത്തു. എല്ലാവർക്കും പഠിക്കട്ടെ. എല്ലാവരും പഠിച്ചാൽ പടപ്പെടപെടാന്ന് പറഞ്ഞ് പഠിച്ചു തീരട്ടെ. നന്നായിട്ട് വരട്ടെ കേട്ടോ. നന്നായിട്ട് എക്സാം എഴുതാൻ കഴിയട്ടെ. അന്നേരം അടുത്ത ദിവസം കാണുന്നവരെ ബൈ ബൈ, സീ യു. ടിങ് ടിങ് ടിങ്.